എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ശീതീകരണ ജോലികളിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഹാൻഡ് ടൂളുകൾ, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ, മറ്റ് എക്യുപ്മെന്റ് എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്നും ഉപയോഗിക്കാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം ശീതീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഹാൻഡ് ടൂളുകൾ, അതായത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങൾ, അവ തിരിച്ചറിയാനും ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയും. നടപടിക്രമം: ടാസ്ക് 1. റെഫ്രിജറേഷൻ വർക്കുകൾക്കായി ആവശ്യമുള്ള ഉപകരണങ്ങൾ തിരിച്ചറിയുക. 1. ഫ്ലെയറിംഗ് ടൂൾ വിത്ത് യോക്ക്. ശീതീകരണ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ചെമ്പ് ട്യൂബുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫ്ലെയറിംഗ് ടൂൾ വിത്ത് യോക്ക് ഒരു നിർണായക ഉപകരണമാണ്. ഫിറ്റിംഗുകൾക്കായി ഒരു സുരക്ഷിത കണക്ഷൻ സൃഷ്ടിക്കുന്നതിനായി ഒരു കഷ്ണം ട്യൂബിൽ ജ്വലിക്കുന്നതോ വീതിയുള്ളതോ ആയ അറ്റം രൂപപ്പെടുത്തുന്നത് ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഫ്ലെയറിംഗ്. വ്യാപകമായ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. 2. ട്യൂബ് കട്ടർ. മിക്ക റെഫ്രിജറേഷൻ ജോലികളിലും ചെറിയ വ്യാസമുള്ള മൃദുവായ ചെമ്പ് ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ട്യൂബുകൾ മുറിക്കാൻ ട്യൂബ് കട്ടർ ഉപയോഗിക്കുന്നു. ട്യൂബ് കട്ടറിൽ ഒരു വി ബ്ലോക്കും ട്യൂബ് മുറിക്കുന്ന കാർബൺ സ്റ്റീലിന്റെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റൗണ്ട് ബ്ലേഡും ഇതിലടങ്ങിയിരിക്കുന്നു. ട്യൂബ് വി ബ്ലോക്ക് ബ്ലേഡിൽ സ്ഥാപിച്ച ശേഷം ട്യൂബ് കട്ടർ കറക്കി ട്യൂബ് മുറിക്കുന്നു. 3. പൈപ്പ് ബെൻഡിംഗ് ടൂൾ. ട്യൂബുകളുടെ അറ്റത്ത് ഉപയോഗിക്കുന്നതിന് ബാഹ്യ സ്പ്രിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബാഹ്യ കോയിൽ സ്പ്രിംഗ് ബെൻഡിംഗ് ടൂളുകൾ ഉണ്ട്. ഒരു ലിവർ ടൈപ്പ് ട്യൂബ് ബെൻഡർ ട്യൂബുകൾ ബക്കിൾ ചെയ്യാതെ ഭംഗിയായും കൃത്യമായും വളവുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഉപകരണങ്ങൾ രൂപപ്പെടും തുടർച്ചയായ പ്രവർത്തനത്തിൽ 180 ഡിഗ്രി വരെ വളയുന്നു. നേടിയ വളവിന്റെ അളവ് കാണിക്കാൻ രൂപപ്പെടുന്ന ചക്രം കാലിബ്രേറ്റ് ചെയ്യുന്നു. ഈ ഉപകരണങ്ങളിൽ ഓരോന്നും വളയുന്ന ഒരു വലിപ്പത്തിൽ ഉപയോഗിക്കുന്നു. 4. സ്വേജിംഗ് ടൂൾ. ഒരു പഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ സ്ക്രൂ ടൈപ്പ് സ്വേജിംഗ് ടൂൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ പൂർത്തിയാക്കുന്ന തരത്തിൽ ചെമ്പ് ട്യൂബുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേജിംഗ്. ട്യൂബിംഗ് ഫ്ലെയറിംഗ് ബ്ലോക്കിലേക്ക് ഘടിപ്പിക്കുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പഞ്ച് ട്യൂബിലേക്ക് അടിച്ചു കയറ്റുന്നു, അല്ലെങ്കിൽ അവസാനം വികസിക്കുന്നു. അങ്ങനെ അത് മറ്റൊരു ട്യൂബിന്റെ അറ്റത്ത് യോജിക്കും. 5. പിഞ്ചിംഗ് ടൂൾ. ചെമ്പ് ട്യൂബുകളുടെ വ്യാസം സീൽ ചെയ്യുന്നതിനോ അടയ്ക്കുന്നതിനോ ഇത് ഉപയോഗിക്കുന്നു. അതിൽ 2 താടിയെല്ലുകളും വിവിധ വലിപ്പത്തിലുള്ള ദ്വാരങ്ങളും രൂപപ്പെടുത്തുന്ന 2 ബാറുകൾ അടങ്ങിയിരിക്കുന്നു. അവ നട്ടുകളും ബോൾട്ടുകളും ഉപയോഗിച്ച് ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു. 2 താടിയെല്ലുകളിലും ട്യൂബ് പിഞ്ച് ചെയ്തിരിക്കുന്നു. 6. സ്ലിംഗ് സൈക്രോമീറ്റർ. സ്ലിംഗ് സൈക്രോമീറ്റർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ആപേക്ഷിക ആർദ്രത അളക്കുന്നത്. ഈ ഉപകരണം 2 സാധാരണ തെർമോമീറ്ററുകൾ ഉൾക്കൊള്ളുന്നു. ചെയിൻ ഘടിപ്പിച്ച ഫ്രെയിമിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കുന്നു. ഈ ശൃംഖലയിലൂടെ ഉപകരണത്തെ വേഗത്തിൽ ചുഴറ്റാൻ കഴിയും. അങ്ങനെ അത് പരമാവധി വായുവുമായി സമ്പർക്കം പുലർത്തുന്നു. 7. ലീക്ക് ഡിറ്റക്ടർ. ഒരു റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിലെ റെഫ്രിജറന്റ് ചോർച്ചകൾ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനും റെഫ്രിജറേഷൻ ജോലിയിൽ ഉപയോഗിക്കുന്ന ഒരു നിർണായകമായ ഉപകരണമാണ് ലീക്ക് ഡിറ്റക്ടർ. സിസ്റ്റത്തിന്റെ കാര്യക്ഷമത നിലനിർത്തുന്നതിനും റെഫ്രിജറന്റ് ഉദ്വമനത്തിൽ നിന്നുള്ള പാരിസ്ഥിതിക ദോഷം തടയുന്നതിനും ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചോർച്ച കണ്ടെത്തുന്നതും നന്നാക്കുന്നതും അത്യാവശ്യമാണ്. ടാസ്ക് 2. ശീതീകരണ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് തിരിച്ചറിയാം. 1. പ്രഷർ ഗേജ്. റെഫ്രിജറേഷൻ യൂണിറ്റിലെ റെഫ്രിജറന്റിന്റെ മർദ്ദം പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഉയർന്ന മർദ്ദമുള്ള വാക്വം കോമ്പൗണ്ട് ഗേജുകൾ ഉണ്ട്. ബോർഡൺ ട്യൂബിലെ മർദ്ദം വർദ്ധിക്കുന്നത് അതിനെ നേരെയാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ ചലനം ലിങ്കിൽ വലിക്കും. അത് ഗിയർ സെക്ടറിനെ എതിർ ഘടികാരദിശയിൽ തിരിക്കും. സൂചി നീക്കാൻ പോയിന്റർ ഷാഫ്റ്റ് ഘടികാരദിശയിൽ തിരിയുന്നു. ഏറ്റവും ജനപ്രിയമായ ഗേജുകൾക്ക് 2.5 ഡയൽ ഉണ്ട്. 8-1 മെയിൽ പൈപ്പ് ത്രെഡ് ഉപയോഗിച്ച് റെഫ്രിജറേഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 2. കോമ്പൗണ്ട് ഗേജ്. ഇത് മർദ്ദവും വാക്വവും അളക്കുന്നു. ഇത് സാധാരണയായി 0 മുതൽ 30 HG വരെയും 0 മുതൽ 200 PSIG വരെയും കാലിബ്രേറ്റ് ചെയ്യുന്നു. 3. റെവല്യൂഷൻ കൗണ്ടർ. കോൺ ആകൃതിയിലുള്ള റബ്ബർ ബുഷ് നൽകിയിട്ടുള്ള
കൗണ്ടറിന്റെ സ്പിൻഡിൽ വേഗത അളക്കുന്നതിനായി മെഷീൻ ഷാഫ്റ്റിന്റെ കൗണ്ടർ സംഘ് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. റവല്യൂഷൻ കൗണ്ടർ അതിന്റെ റബ്ബർ ബ്രഷ് ഷാഫ്റ്റുമായി സമ്പർക്കം പുലർത്തുന്നിടത്തോളം റവല്യൂഷനുകളുടെ എണ്ണം കണക്കാക്കുന്നു. മിനിറ്റിൽ റവല്യൂഷൻ ലഭിക്കുന്നതിന് ഒരു ടൈമിംഗ് ഉപകരണം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ടാസ്ക് 3. ശീതീകരണ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് തിരിച്ചറിയാം. 1. എയർ കംപ്രസർ. വാഹനവും ഓട്ടോ ഭാഗങ്ങളും കഴുകുക, ഗ്രീസ് ചെയ്യുക, വൃത്തിയാക്കുക, ടയറുകൾ വീർപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഓട്ടോ ഗ്യാരേജുകളിൽ എയർ കംപ്രസർ ഉപയോഗിക്കുന്നു. മർദ്ദം വർദ്ധിപ്പിച്ച് റെഫ്രിജറേഷൻ AC സിസ്റ്റങ്ങൾ ഫ്ലഷ് ചെയ്തും സിസ്റ്റത്തിന്റെ മർദ്ദം ഇല്ലാതാക്കാൻ ചോക്കിംഗ് സിസ്റ്റങ്ങൾ വഴിയും ചോർച്ച പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 2. വാക്വം പമ്പ്. വായുവിൽ വിവിധ മലിനീകരണങ്ങളും ഈർപ്പവും അടങ്ങിയിരിക്കുന്നു. ഇത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഐസ് രൂപീകരണം, നാശം, സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കുറയൽ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. സിസ്റ്റം ഒഴിപ്പിക്കുന്നത് വൃത്തിയുള്ളതും വരണ്ടതുമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നു. ഒരു വാക്വം പമ്പ് ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്ന് വായുവും ഈർപ്പവും ഒഴിപ്പിക്കുക എന്നതാണ്. റീക്യാപ്പ്: ഈ വീഡിയോയിൽ ശീതീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഹാൻഡ് ടൂൾസ്, ഉപകരണങ്ങൾ, എക്യുപ്മെന്റ് എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്നും ഉപയോഗിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്.